ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഒരിക്കലും കമ്മിറ്റ്മെൻറ്റിൽ സിനിമ ഡയറക്ടേഴ്സ് പെരുമാറാൻ പാടില്ല. കമ്മിറ്റ്മെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഥ കേട്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ടാൽ, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിരിക്കും ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമയിൽ ഞാൻ അഭിനേതാവാണ്. എനിക്ക് വേഷമില്ലെങ്കിൽ തരരുത്, കുത്തിക്കയറ്റരുത്, ഞാൻ പറയുന്നതാ. വേഷത്തിനായിട്ടൊരു പിന്നെ അങ്ങനെ ഒന്നും ചെയ്യരുത്. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലാരാ ഇത് എന്നെ പോലെ ഇത് ചെയ്താൽ അയാൾ ശരിയാവും, അത് ചെയ്യണം ഇയാൾ ശരിയാവും, ആ കുട്ടി ചെയ്താൽ ഈ ചേച്ചി ചെയ്താൽ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ പറയുന്ന ഇടയ്ക്ക് നമ്മൾ വല്ലതും തുടങ്ങിയോ? ഞാൻ ചോദിച്ചു കഴിയുമ്പോൾ അയ്യോ ചേട്ടനെ മാറ്റി മറ്റേ ചേട്ടനെ മാറ്റിയിട്ട് പുള്ളീനെ ഇടാം, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഞാൻ നാദർഷേക്കാടെ ഈ കട്ടപ്പന ഋത്തിക് റോഷൻ എന്ന് പറയുന്ന പടം അത് ചെയ്യാൻ പോയ സമയത്ത് പുള്ളിക്ക് ഒത്തിരി മിമിക്രി സുഹൃത്തുക്കളില്ലേ, പുള്ളി അതിൻ്റെ ആ സംഘടനയുടെ പ്രസിഡൻറ്റും ഒക്കെയാണ്. എത്രയോ പേര് വന്ന് ചാൻസ് വയ്ക്കുന്നുണ്ടോ. അപ്പം ഈ ഇദ്ദേഹം വിഷമഘട്ടത്തിലായി, അങ്ങനെ വിഷമഘട്ടത്തിൽ. അപ്പോൾ ഞാൻ മൂഡ് ഓഫ് ആയിട്ടിരിക്കുക അവിടെ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നെയൊക്കെ അങ്ങനെ അല്ലടാ അവരൊക്കെ വന്ന് നമുക്കവിടെ ഞാൻ എന്നോട് കൊടുക്കണം, ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്ത് കൊടുക്കാനാണ്, ഒന്ന് പാസിങ് കൊടുക്കും. അപ്പം ഞാൻ പെട്ടെന്നൊരു ഒരു കാര്യം ചെയ്യും, 2020 എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങില്ലേ, അപ്പം അല്ല ഞാൻ പറഞ്ഞു ഇക്കയോട് പറയുക 2020 എന്ന് പറഞ്ഞ പോലെ ഇക്ക ഒരു കാര്യം ചെയ്യാം, ഇക്ക ആദ്യം ഡയറക്ടറാകും, ഡയറക്ടർ ഒരു പൊസിഷനിലെത്തും, അതൊരു 100 എന്ന് പറഞ്ഞൊരു പടം പിടിക്കുക. അതിനകത്ത് നമുക്കെല്ലാ മിമിക്രിക്കാരും ആക്ടേഴ്സിനും അഭിനയിക്കുന്നവരെയും പാൽക്കാരനെയും പാസ് ചെയ്യുന്നവരെയും ഓട്ടോറിക്ഷക്കാരനെയും ബസ് സ്റ്റോപ്പിൽ വന്നു പോകുന്നവരും എല്ലാവരും മിമിക്രിക്കാരെ ഇടാം, ചാൻസ് കൊടുക്കാൻ പാടില്ലേ? ഞാൻ പറഞ്ഞത് അങ്ങനോട് പറഞ്ഞാൽ കമ്മിറ്റ്മെൻറ്റിലൂടെ ഒരു കാര്യം ചെയ്യരുത്, അത് ആ പ്രൊജക്റ്റിനെ ബാധിക്കും. അതുകൊണ്ടല്ല അത് അവിടെ അയാളുടെ റൈറ്ററുടെ മനസ്സിലുള്ള ഒരു നടൻ ഇപ്പം എന്നെ വെച്ചുകൊണ്ടൊരു സാധനം ഒരു റൈറ്റർ എഴുതി സംവിധായകനോട് പറഞ്ഞു ഇക്ക അടിപൊളി പറയുവാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് വേറൊരാൾ ഡയറക്ടറുടെ സ്ഥാനത്തേക്ക് സൈഡിൽ നിന്ന് കടന്നു വന്നു കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ പിന്നെ റൈറ്ററുടെ സ്ഥാനത്ത് നിന്ന് കടന്നു വന്നു കഴിയുമ്പോഴത്തേനും എന്നെ മാറ്റി അങ്ങ് വയ്ക്കുമ്പോഴത്തേക്കും അവിടെ തന്നെ മൈനസിൽ തുടങ്ങും. അവിടെ തന്നെ മൈനസിൽ കിടക്കാം. നമ്മളെപ്പോഴും പോകണ്ട അങ്ങനെ പോസിറ്റീവ് പ്ലസ് ആയിരിക്കണം. വേണ്ട ചില വാലുകളുടെ കുരിശും കൂടി ആവും അല്ലേ, ശകല ഇങ്ങനെ നീണ്ട കുരിശ. നമ്മൾ നല്ല റെഡിയായിട്ട് പ്ലസ്സിൽ തന്നെ വിടും. മൈനസ് ചിന്തിക്കാൻ പാടില്ല. ഒരു ധർമ്മം എടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ശരി മൈനസിൽ പോകാൻ പാടില്ല. അവനെന്ത് ചെയ്യണം? പ്ലസ്സിലേക്ക് പോകണം. ആ പ്ലസ്സാണ് പ്ലസൻറ്റ്.